നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിമ്മിനി ഡാം ബുധനാഴ്ച തുറക്കുന്നു. കുറുമാലി കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. ഓണനാളുകളെ വരവേൽക്കാൻ പൂവിപണികൾ സജീവം. ഓണച്ചന്തകളും ഓണാഘോഷങ്ങളും തുടങ്ങി. പുതുക്കാട് മണ്ഡലം തല ജനകീയ കമ്മിറ്റി യോഗം നടത്തി. യോഗം ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. KSKTU കൊടകര ഏരിയ സമ്മേളനം സമാപിച്ചു. കൊടകര മേളകലാ സംഗീത സമിതിയുടെ വാർഷികവും സുവർണമുദ്ര സമർപ്പണവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ചിമ്മിനി ഡാം ബുധനാഴ്ച തുറക്കുന്നു. കുറുമാലി കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ചിമ്മിനി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാലും കാലവർഷം നിലനിൽക്കുന്നതിനാലും ചിമ്മിനി ഡാമിലെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടാണ് ബുധനാഴ്ച രാവിലെ 8 മണി മുതൽ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ഉത്തരവ് നൽകിയത്. ചിമ്മിനി ഡാമിൽ നിന്ന് KSEB ഫുൾ ലോഡ് ജനറേഷൻ വഴി സെക്കൻഡിൽ 6.36 ഘനമീറ്റർ വെള്ളം തുറന്നുവിട്ട് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി തൃശൂർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് അനുമതി നൽകിയത്. ഇതുവഴി കുറുമാലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് 10 സെന്റിമീറ്റർ മുതൽ 12 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട്. അധിക ജലം ഒഴുകിവന്ന് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും മത്സ്യബന്ധനത്തിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് NCTV. തെരുവോരങ്ങളിൽ സുഗന്ധവും വർണ്ണക്കൂട്ടുകളും പരത്തി ഓണനാളുകളെ വരവേൽക്കാൻ പൂവിപണികൾ സജീവമായി തുടങ്ങി. അത്തം പിറന്നതോടെ മലയാളി ഓണാവേശത്തിലേക്ക് കടന്നു. പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടും ഒരു ഓണക്കാലത്തിനൊരുങ്ങുകയാണ് നാടും നഗരവും. മലയാളികൾക്കിനി ആഘോഷത്തിന്റെ 10 രാവുകൾ. ഇനി പൂപ്പറിച്ചും പൂക്കളം തീർത്തും പുത്തൻ ഉടുപ്പുമിട്ട് ഓണത്തപ്പനെ കാത്തിരിപ്പാണ്. അത്തം പിറക്കുന്നതിന് മുൻപേ തന്നെ പൂക്കൾ അതിർത്തി കടന്ന് ജില്ലയിൽ എത്തിത്തുടങ്ങിയിരുന്നു. നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം താൽക്കാലിക പൂക്കടകൾ തുടങ്ങി. അത്തത്തലേന്ന് മുതലേ ചെണ്ടുമല്ലിയും വാടാമല്ലിയും ജമന്തിയും റോസും അരളിയുമൊക്കെ തെരുവോരങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. മഞ്ഞ, ഓറഞ്ച് ചെണ്ടുമല്ലിക്കും വാടാമല്ലിക്കുമാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. ഗുണ്ടൽപേട്ട്, മേട്ടുപാളയം, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നാണ് ജില്ലയിലേക്ക് കൂടുതലായി പൂക്കളെത്തുന്നത്. തിരുവോണം അടുക്കുമ്പോഴേക്കും പൂക്കളുടെ ആവശ്യകതയിൽ വലിയ വർധനയുണ്ടാകുമെന്നാണ് വ്യാപാരികളുടെ കണക്ക് കൂട്ടൽ. സ്കൂളുകൾ, കോളേജുകൾ, വിവിധ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവിടങ്ങളിൽ ഓണാഘോഷങ്ങൾ ആരംഭിക്കുന്നതോടെ വിൽപ്പന ഇനിയും ഉയരും. ഓണക്കാലത്ത് പൂക്കളുടെ വിലയിലും ഏറ്റക്കുറച്ചിലുണ്ടാകാറുണ്ട്. ജമന്തിക്ക് കിലോയ്ക്ക് 350 മുതൽ 400 വരെയും ഓറഞ്ച് ചെണ്ടുമല്ലിക്ക് 80 രൂപയും മഞ്ഞ ചെണ്ടുമല്ലി കിലോയ്ക്ക് 120 രൂപയും വാടാമല്ലിക്ക് 200 രൂപയുമാണ് നിലവിലെ നിരക്ക്. ആവശ്യകത കൂടുന്നതിനനുസരിച്ച് വില ഉയരാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഇത്തവണ വിപണിയിലെ ലഭ്യതയും വരവും അനുസരിച്ചായിരിക്കും വില നിലവാരം. ഇപ്പോഴത്തെ വെച്ചുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പൂവിൻ്റെ ഒക്കെ റേറ്റൊക്കെ വരുന്നത്. പിന്നെ വെച്ചാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ കാലാവസ്ഥ നമുക്ക് മാറി നിൽക്കുന്നുണ്ട്. കാലാവസ്ഥ 2-3 സെറ്റ് കാലാവസ്ഥ മഴയൊക്കെ ആയാലും ചെറിയ ഇതിനൊക്കെ കുറവൊക്കെ ഉണ്ട്. എന്നാലും നല്ല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലവേഴ്സിൽ വരുമ്പോൾ ആൾക്കാർക്ക് അതേ മാന്യമായ രീതിയിൽ നമ്മൾ പൂവും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ദിവസം പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കിറ്റുകൾ നമ്മളിപ്പോൾ ഒരു കിറ്റ് ഇപ്പോൾ മാക്സിമം ഒരു 1/2 കിലോന് മേലുണ്ട്, 50 രൂപ വാങ്ങിക്കണല്ലോ. പിന്നെ എന്താണ് നമ്മൾ ഒരുപാട് ആൾക്കാർ പരിചയമൊക്കെ ഒരു മതിനായ രീതിയിൽ അവർക്ക് മതിനായ രീതിയിൽ കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്നാലും നല്ല ഫ്രഷ് പൂക്കൾ നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നു. നമ്മൾ കടക്കാർ കച്ചവടക്കാർക്കും ഹോൾസെയിൽ രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. 50, 80, 100 രൂപ നിരക്കുകളിലുള്ള വ്യത്യസ്തങ്ങളായ പൂക്കളടങ്ങിയ കിറ്റുകൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. പുലർച്ചെ ഉണർന്ന് മുറ്റത്തും തൊടിയിലും പോയി തുമ്പയും മുക്കുറ്റിയും ശംഖുപുഷ്പവുമൊക്കെ പറിച്ച് പൂക്കളമിട്ടിരുന്നവർ ഇന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പൂക്കളെയാണ് ആശ്രയിക്കുന്നത്. ആവശ്യം വർദ്ധിക്കുന്നതനുസരിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ പൂക്കൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വ്യാപാരികൾ. തെരുവോരങ്ങളിൽ സുഗന്ധവും വർണ്ണവും നിറച്ച് പൂവിപണികൾ സജീവമായി കഴിഞ്ഞു. ഇനി പൂക്കളങ്ങളിട്ട്
ഓണത്തപ്പനെ കാത്തിരിക്കുകയാണ് മലയാളികൾ. ഏതായാലും ജില്ല കടന്നും വരുന്ന പൂക്കളാണ് നമ്മുടെ തെരുവോരങ്ങളിലൊക്കെ വിപണിയെ കൂടുതൽ സജീവമാക്കുന്നത്. ഇനി ഓണനാളുകൾ അടുക്കുമ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ വരുന്ന പൂക്കള മത്സരങ്ങളടക്കം ഈ ഓണവിപണിയെ കൂടുതൽ സജീവമാക്കുമെന്ന പ്രതീക്ഷയിലാണ് വിപണിയിലെ ഈ കച്ചവടക്കാരെല്ലാവരും തന്നെ. ഏതായാലും ഓണപ്പൂക്കളങ്ങളില്ലാത്തൊരു ഓണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ ഓണവിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മറ്റത്തൂർ പഞ്ചായത്ത് വാർഡ് 12 സീനിയർ യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് സീതാകുമാരൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം മിനി മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി പങ്കജവല്ലി, കുടുംബശ്രീ സ്റ്റേറ്റ് RP ഷൈജ ഹുസൈൻ, മുൻ വാർഡ് അംഗം KS സൂരജ്, സീനിയർ അംഗങ്ങളായ TM ചന്ദ്രൻ, PV വേലായുധൻ, KG മോഹനൻ, ട്രഷറർ AJ ജോണി എന്നിവർ പ്രസംഗിച്ചു. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണം സഹകരണ വിപണി ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും സഹകരണത്തോടെയാണ് ഓണം വിപണി പ്രവർത്തിക്കുന്നത്. 10 ഇനം പലവ്യഞ്ജനങ്ങൾ സബ്സിഡി ഇനത്തിൽ വൻ വിലക്കുറവോടെയും പുറമെ നോൺ സബ്സിഡി ഇനങ്ങളിലായി 13 ഇനം നിത്യോപയോഗ സാധനങ്ങളും ഓണം വിപണിയിൽ വിൽപ്പനയ്ക്കുണ്ട്. ഈ മാസം 25 വരെ വിപണി പ്രവർത്തിക്കും. ഓണച്ചന്തയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് PR പ്രസാദ് നിർവഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് അമ്പിളി സജീവൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ PP ഡേവിസ്, സുരേന്ദ്രൻ കൂടപ്പറമ്പിൽ, ബിജു പയ്യപ്പിള്ളി, നിഷി ശശിധരൻ, ഹരീഷ് കുമാർ, നന്ദകുമാർ P, രഘു KS, ശ്രീഹരി കർത്ത, റിൻഷിത, ബാങ്ക് സെക്രട്ടറി ബ്രീസി ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെയും ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെയും ഭാഗമായി പുതുക്കാട് മണ്ഡലം തല ജനകീയ കമ്മിറ്റി യോഗം നടത്തി. KK രാമചന്ദ്രൻ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, വൈസ് പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VT വിജയലക്ഷ്മി, രതി ബാബു, ഭാഗ്യവതി ചന്ദ്രൻ, എക്സൈസ് ഉദ്യോഗസ്ഥരായ സർക്കിൾ ഇൻസ്പെക്ടർ M മഹേഷ് കുമാർ, നീനോ മാത്യു, അഭിജിത്ത് സുരേന്ദ്രൻ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് നേടിയ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ KK രാജുവിനെ അനുമോദിച്ചു. KSKTU കൊടകര ഏരിയ സമ്മേളനം സമാപിച്ചു. വാസുപുരത്ത് നടന്ന പ്രകടനവും പൊതുസമ്മേളനവും യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് NM സജീവൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, KJ ഡിക്സൺ, MR രഞ്ജിത്ത്, EK അനൂപ്, PK കൃഷ്ണൻകുട്ടി, PC സുബ്രൻ, CV രവി, സ്വപ്ന സത്യൻ, വിജിത് വർഗീസ്, പ്രവീണ മനോജ് എന്നിവർ പ്രസംഗിച്ചു. ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകല സംഗീത സമിതിയുടെ 16ാമത് വാർഷികവും സുവർണമുദ്ര സമർപ്പണവും പൂനിരാർക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടത്തി. സംഗീത സംവിധായകൻ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. PM നാരായണ മാരാർ അധ്യക്ഷത വഹിച്ചു. സമിതിയുടെ സുവർണമുദ്ര ചെണ്ടകലാകാരൻ പോറാത്ത് ആനന്ദമാരാർക്ക് പെരുവനം കുട്ടന്മാരാർ സമ്മാനിച്ചു. മുതിർന്ന ചെണ്ട കലാകാരൻ സദനം വാസുദേവൻ, മുതിർന്ന തിമില കലാകാരൻ കുനിശ്ശേരി അനിയന്മാരാർ, ചേന്നംകുളങ്ങര ക്ഷേത്രം കോമരം നാരായണൻകുട്ടി വെളിച്ചപ്പാട് എന്നിവരെ കഥാകൃത്ത് അഷ്ടമൂർത്തി ആദരിച്ചു. ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ പഞ്ചവാദ്യം ശാസ്താംപാട്ട് കലാകാരൻ ചാലക്കുടി മണി, കൊമ്പ് കലാകാരൻ മച്ചാട് പത്മകുമാർ എന്നിവരെ സംഗീത സംവിധായകൻ നടേഷ് ശങ്കർ അനുമോദിച്ചു. പരേക്കാട് തങ്കപ്പമാരാർ ചികിത്സ ധനസഹായ വിതരണവും ചേരാനെല്ലൂർ ശങ്കരൻകുട്ടൻ മാരാർ വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി. ആറാട്ടുപുഴ M രാജേന്ദ്രൻ, പൂനിലാർക്കാവ് ദേവസ്വം സെക്രട്ടറി E രവീന്ദ്രൻ, പുത്തുക്കാവ് ദേവസ്വം പ്രസിഡന്റ് KS സുനിൽകുമാർ, സമിതി സെക്രട്ടറി വിജിൽ മേനോൻ, ട്രഷറർ അരുൺ പാലാഴി, കാവിൽ NSS കരയോഗം പ്രസിഡന്റ് P ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പൂനിലാർക്കാവ് ക്ഷേത്രസന്നിധിയിൽ കക്കാട് രാജപ്പൻ മാരാർ, വെളപ്പായ നന്ദനൻ, മച്ചാട് രാമചന്ദ്രൻ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, കുമ്മത്ത് നന്ദനൻ എന്നിവർ നയിച്ച ഗോപുരത്തിങ്കൽ പാണ്ഡിമേളവും അരങ്ങേറി. കർഷക ദിനത്തിൽ കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMUവിന്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളികളെ ആദരിച്ചു. പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയിലെ വിവിധ പഞ്ചായത്ത് മേഖലാ കമ്മിറ്റികളിലെ തൊഴിലാളികളെയാണ് ആദരിച്ചത്. അളഗപ്പനഗർ ഈസ്റ്റ് കമ്മിറ്റിയിൽ മുതിർന്ന കർഷക തൊഴിലാളി രാമൻ പണ്ടാരിയെയും, വെസ്റ്റ് കമ്മിറ്റി CC കല്യാണിയെയും, തൃക്കൂരിൽ ഓമനയെയും, നെന്മണിക്കരയിൽ പരമനെയും, വല്ലച്ചിറയിൽ KG നാരായണൻകുട്ടിയെയും, പറപ്പൂക്കരയിൽ രവി മാടമ്പിക്കാട്ടിൽ, വരന്തരപ്പള്ളിയിൽ NK സുബ്രൻ എന്നിവരെയും ഓണക്കോടിയും പൊന്നാടയും നൽകി ആദരിച്ചു. രജനി കരുണാകരൻ, PM നിക്സൺ, ജയന്തി സുരേന്ദ്രൻ, PC സാജു, ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, തിലകൻ മാലിപ്പറമ്പിൽ എന്നിവരാണ് തൊഴിലാളികളെ ആദരിച്ചത്.
ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ ഓണം സ്പെഷ്യൽ ഡ്രൈവിൽ 5 ലിറ്റർ വാറ്റ് ചാരായവുമായി 67കാരൻ അറസ്റ്റിൽ. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ റെയ്ഡിലാണ് ചാലക്കുടി റേഞ്ചിലെ ചായ്പൻകുഴി ചൂളക്കടവ് സ്വദേശിയായ പാണംപറമ്പിൽ ശിവദാസൻ പിടിയിലായത്. ചായ്പൻകുഴി, കുറ്റിച്ചിറ മേഖലകളിൽ വാറ്റുചാരായത്തിന് വൻ ഡിമാൻഡ് ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ചായ്പൻകുഴി ചൂളക്കടവ് ദേശത്ത് വെച്ച് 5 ലിറ്റർ വാറ്റുചാരായം കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്നതിനാണ് അറസ്റ്റ്. തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ സുദർശനകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, വി ജെയ്സൺ ജോസ്, പ്രിവന്റീവ് ഓഫീസർമാരായ TJ രഞ്ജിത്ത്, K ലത്തീഫ്, ഷെയ്ഖ് അഹദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിവ്യ ജോർജ്, ഡ്രൈവർ ഗിരീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. അറസ്റ്റിലായ ശിവദാസിനെ ചാലക്കുടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വഴിയിൽ നിന്ന് കളഞ്ഞുകിട്ടിയ പണം ഉടമയെ കണ്ടെത്തി തിരികെ നൽകാൻ വഴിയൊരുക്കിയ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് അഭിനന്ദന പ്രവാഹം. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൽ കിഴക്കൂടൻ സജീവിന്റെയും പ്രജിതയുടെയും മകളായ അപർണയാണ് മാതൃകാപരമായ പ്രവൃത്തിയിലൂടെ ശ്രദ്ധ നേടിയത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ആലേങ്ങാട് ഭരത ചെമ്പംകണ്ടം റോഡിൽ നിന്ന് അപർണയ്ക്ക് പണം ലഭിച്ചത്. പണം വീട്ടിലെത്തിച്ച അപർണ അമ്മ പ്രജിതയെ ഏൽപ്പിച്ചു. തുടർന്ന് പ്രജിത വിവരം പഞ്ചായത്ത് അംഗം സംഗീതയെ അറിയിച്ചു. പഞ്ചായത്ത് അംഗം വിവരം വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പങ്കുവച്ചതോടെ പണം നഷ്ടപ്പെട്ടവർ ബന്ധപ്പെടുകയായിരുന്നു. തുടർന്ന് പണം ഉടമയ്ക്ക് തിരികെ നൽകുകയും ചെയ്തു. ആലേങ്ങാട് ശങ്കര UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അപർണയുടെ സത്യസന്ധതയും മാതാപിതാക്കളുടെ പിന്തുണയും നാട്ടുകാരുടെ അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ്. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര സഹായമായ 24 ലക്ഷം കൈമാറി. തൃശൂർ കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിലാണ് സഹായധനം പുലിക്കളി സംഘങ്ങൾക്ക് വിതരണം ചെയ്തത്. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര സഹായമായ 24 ലക്ഷം കൈമാറി. തൃശൂർ കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിലാണ് സഹായധനം പുലിക്കളി സംഘങ്ങൾക്ക് വിതരണം ചെയ്തത്. കേന്ദ്രമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് സഹായധനം വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. തുക കൈമാറാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ സഹായധനം ലഭിക്കാൻ ഇത്രയും വൈകേണ്ടിയിരുന്നില്ലെന്നും ഒരു കലാരൂപത്തെയും അതിന്റെ കലാകാരന്മാരെയും രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ടിക്കരുത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഭാഗത്തുണ്ടായ വീഴ്ചകൾക്ക് പുലിക്കളി സംഘങ്ങൾ എന്തിന് വില നൽകണമെന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. രാജ്യസഭാംഗമായിരുന്ന കാലം മുതൽ പ്രധാനമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ട് പുലിക്കളിയെ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താനും കേന്ദ്ര സഹായം ലഭ്യമാക്കാനും ശ്രമിച്ചിരുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു. സ്വന്തം നിലയിലും കലാകാരന്മാർക്കൊപ്പം നിന്നിട്ടുണ്ടെന്നും മന്ത്രിയായ ശേഷവും സഹായം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂരിന്റെ കലയും കലാകാരന്മാരും രാഷ്ട്രീയത്തിന് മുകളിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ, കോർപ്പറേഷൻ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിന്റെ ഭാഗമായി പുലിക്കളി സംഘാംഗങ്ങൾക്ക് മധുരവും വിതരണം ചെയ്തു. DYFI 16ാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കും. ആദ്യമായിട്ടാണ് തൃശൂരിൽ സംസ്ഥാന സമ്മേളനം ചേരുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് 600 പ്രതിനിധികളും ലക്ഷദ്വീപിൽ നിന്നുൾപ്പെടെ 20 സൗഹൃദ പ്രതിനിധികളടക്കം 620 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേരും. ജാഥകൾ സംഗമിച്ച് സ്വാഗത സംഘം ചെയർമാൻ KV അബ്ദുൽ ഖാദർ പതാക ഉയർത്തും. 20-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ചലച്ചിത്ര നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. 21-ന് വൈകിട്ട് 5-ന് രക്തസാക്ഷി കുടുംബ സംഗമം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കവി മുരുകൻ കാട്ടാക്കട മുഖ്യ അതിഥിയായി പങ്കെടുക്കും. തുടർന്ന് സംഗീത പരിപാടി നടത്തും. 22-ന് നേതാജി ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി 22-ന് വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിനിധികളുടെയും യൂത്ത് ബ്രിഗേഡിന്റെയും മാർച്ച് നേതാജി ഗ്രൗണ്ടിൽ സമാപിക്കും. പൊതുസമ്മേളനത്തിൽ 50,000 പേർ പങ്കെടുക്കും. പൊതുസമ്മേളനത്തിന് മുൻപ് ഗുരുവായൂർ മ്യൂസിക് അക്കാദമി കലാകാരന്മാർ സംഗീത പരിപാടി അവതരിപ്പിക്കും. വിശുദ്ധ വിപ്രാസമയുടെ 20ാമത് തിരുനാൾ ഒല്ലൂർ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ ഓഗസ്റ്റ് 20 മുതൽ 29 വരെ ആഘോഷിക്കും. ഓഗസ്റ്റ് 20-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ തിരുനാൾ കൊടിയേറ്റം നടത്തും. ഓഗസ്റ്റ് 29-നാണ് തിരുനാൾ. രാവിലെ പാട്ടുകുർബാനയ്ക്കും ഊട്ടുനേർച്ച ആശീർവാദത്തിനും ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് കുത്തൂർ കാർമ്മികനാകും. 10 മണിക്ക് തിരുനാൾ കുർബാനയ്ക്ക് ബിഷപ്പ് എമിരിറ്റസ് മാർ ബോസ്കോ പുത്തൂർ കാർമ്മികത്വം വഹിക്കും. ഫാദർ മാർട്ടിൻ കല്ലുങ്കൽ തിരുനാൾ സന്ദേശം നൽകും.
തുടർന്ന് ജപമാല പ്രദക്ഷിണം. വൈകിട്ട് 5-ന് പാട്ട് കുർബാനയ്ക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കാലാവസ്ഥ. കൂടിയ ചൂട് 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുംകര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ലെക്ചറർ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസോടെ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. BEd അഭികാമ്യമാണ്. യോഗ്യരായവർ അസൽ രേഖകൾ സഹിതം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂവിന് ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 0482272074 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,290 രൂപ, പവന് 1,14,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിമ്മിനി ഡാം ബുധനാഴ്ച തുറക്കുന്നു. കുറുമാലി കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. ഓണനാളുകളെ വരവേൽക്കാൻ പൂവിപണികൾ സജീവം. ഓണച്ചന്തകളും ഓണാഘോഷങ്ങളും തുടങ്ങി. പുതുക്കാട് മണ്ഡലം തല ജനകീയ കമ്മിറ്റി യോഗം നടത്തി. യോഗം ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. KSKTU കൊടകര ഏരിയ സമ്മേളനം സമാപിച്ചു. കൊടകര മേളകലാ സംഗീത സമിതിയുടെ വാർഷികവും സുവർണമുദ്ര സമർപ്പണവും നടത്തി. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.